ഒരു വെളിച്ചെണ്ണ കാച്ചണേന്ന് കാണിക്കുന്നത്. ഇത് കൈതോന്നിയാണ്. ഇത് മുരിങ്ങയില, ഒരു പിടി മുരിങ്ങയില ഇവിടെ ഇട്ടാൽ നല്ലത്. ഇത് പൂവൻകുരുന്ന്, ഇത് തുളസിയില. വെളിച്ചത്തിൻ്റെ കുറവുണ്ട്, അതാണ് എടുത്ത് കാണിക്കണം. ഇത് കറ്റവാഴത്തട, ഇത് കീഴാനെല്ലി, ഇത് പനീർക്കൂർക്ക, ഇത് ചെമ്പരത്തിപ്പൂവ്. ഇത്രയും ഇട്ട് നമ്മൾ അരച്ച് നല്ല വടികെട്ടി പിഴിഞ്ഞെടുത്തിട്ട് അത് ചാറ് നല്ല കുറുക്കിയെടുക്കണം. ഇത് അരച്ചെടുത്ത ശേഷം ഞാൻ കാണിക്കാം. വടികെട്ടി ഈ മരുന്നുകളെല്ലാം കൂടെ വടികെട്ടാം. അതിൽ ഒരു വൈറ്റ് ഞാൻ ഇട്ടുപോയി കരിവേപ്പില കൂടെ ചേർക്കണം. കരിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇതേപോലെ വടികെട്ടി നല്ല പിഴിഞ്ഞെടുത്തിട്ട് ചാടിപ്പോയി ഇതേപോലെ നല്ല പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഈ വെള്ളം അത്രയും വറ്റി നല്ല മരുന്ന് വറ്റിയെടുക്കണം. എടുത്തിട്ടേ എണ്ണ ഒഴിക്കാവൂ. ഇത് നല്ല മുടി വളരും. എൻ്റെ മുടി മൊട്ടയായതാണ്. ക്യാൻസർ വന്ന് മുടിയെല്ലാം പോയി. ഹീമോ കൊടുത്തപ്പം മുടിയെല്ലാം പോയിട്ട് തിരിച്ചു വന്ന മുടിയാണ്. നല്ല മുടിയായിട്ട് വരുന്നു. ഇത് ഈ എണ്ണ കാച്ചിട്ടാണ് നല്ല മുടി വന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ എണ്ണ കാച്ചി ഇട്ട് നോക്കണം. ഇത് അടുപ്പിൽ വയ്ക്കട്ടെ. ഇത് തീ പറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വറ്റണം, നല്ല വറ്റണം. ഇത്തിരി വെട്ടം കുറവാണ്, അതാണ് ഇങ്ങനെ. ഈ മരുന്ന് നല്ല വറ്റി, നല്ല ഈ വെള്ളമെല്ലാം പോയി നല്ല വറ്റി വരും. നമുക്ക് ഇനി കുറച്ച് എണ്ണ വീട്ടാം. നമുക്ക് എണ്ണ വീട്ട് കൊടുക്കണം. ഇത് വറ്റി ഇനിയുള്ളത് എണ്ണയിൽ കിടന്ന കൂടെ ആകുമ്പോൾ ശരിയാവും. എണ്ണ വീട്ടാം. എണ്ണ വീട്ടിട്ടെ, എണ്ണ വീട്ടാം. നമ്മൾ എണ്ണ വീട്ടി കൊടുക്കുന്നു. ഇത്രയും വീട്ടിയിട്ടുണ്ട്, എണ്ണ വീട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല തിളയ്ക്കുമ്പോൾ നമ്മൾ ചെമ്പരത്തി ഇതുവരെ ഇട്ടില്ല. നമ്മൾ ചെമ്പരത്തി പൂവ് ഇട്ട് കൊടുക്കണം. അതിലേ വെന്ത് നല്ല ഇതാവും. ചെമ്പരത്തി പൂ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ചുമ്മാ നെട്ട് എടുത്തിട്ട് ഇതേമാതിരി ഇട്ടാൽ മതി. അതിൽ കിടന്നേ വെന്ത് നല്ല കറുത്ത് ഉമിക്കിരി പോലെ ആവും. നല്ല പൊരുന്നാവും. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് എണ്ണയും എല്ലാം കൂടെ നല്ല മൂത്ത് വരണം. നല്ല മണം അടിക്കും. അങ്ങനെ നമ്മളെ എണ്ണ എല്ലാം മൂത്ത് ചെമ്പരത്തി പൂട്ടത് കാണാൻ പോലും ഇല്ല. എല്ലാം കരിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട്. ഉണ്ടാ എല്ലാം ആയി. ഇനി നമ്മൾ ഇറക്കി വെച്ചിട്ട് തണുക്കുമ്പോൾ അരിച്ച് വീത്തിയാൽ മതി ബോട്ടിലിൽ.